ബാക്ക് ടു അവർ ഫാമിലി. അത് പറയാതായിട്ടേ അത് പറയുന്ന ഒരു ഫ്ലോ അങ്ങ് പോയിട്ടോ, പക്ഷേ അതൊക്കെ കിട്ടണില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്നൊരു ന്യൂ ബിഗിനിങ് ആണല്ലേ ഏട്ടാ? ഒന്നുമില്ല, ഒരു ബിഗിനിങ് അല്ല, ഇതൊക്കെ പണ്ട് ചെയ്തോണ്ടിരുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വിഷ്ണുവേട്ടൻ ഇതുവരെ കുറേ നാളായിട്ട് വീഡിയോസിലൊന്നും വരാറില്ല. വിഷ്ണുവേട്ടൻ വീഡിയോ എടുക്കും കൂടാറില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. എടുത്തത് ഒത്തിരി ഇല്ലെങ്കിൽ ഉള്ളത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് തൊട്ട് വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ പഴയ പോലെ ആക്റ്റീവായിട്ട് കൂടാം എന്നെനിക്ക് പ്രോമിസ് തന്നേക്കാം അല്ലേ മോനെ വിഷ്ണു? അപ്പോൾ നമുക്ക് രാവിലെ ആദ്യം കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാണ്ട്. ഇത് എന്താ പറയുക, നമ്മളന്ന് കുറച്ച് ബൊഗൈൻ വില്ലാസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർലോക്ക് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് വാങ്ങിയതാണ്. പക്ഷെ അതിന് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലില്ലേ അത് വാടിപ്പോവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഏട്ടാ എൻ്റെ കൂടെ ഒരു എൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതേ കണ്ടോ ഒരു വാട്ടമുണ്ട്. ഇത് പക്ഷെ ഇതാവാൻ തുടങ്ങി തോന്നുന്നുണ്ട്, കൊഴിയാൻ തുടങ്ങിപ്പോവും. പക്ഷേ ഇതില്ലേ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. അത് പക്ഷേ രാവിലെയും കൂടെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ഭയങ്കര ഒരു ഇതുണ്ട്, വാട്ടമുണ്ട്. എന്തുണ്ട്? ഞങ്ങളുടെ കിളികൾ കിടന്ന് കലകല പറയുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടാവും. കാര്യം കഴിഞ്ഞൊരിടയ്ക്ക് ഞാനൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ ഫുള്ള് വരുടെ സൗണ്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുമായിരുന്നു. ഇതിൽ പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്ര പൂ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ പൂ വന്നു കേട്ടോ. ഇതിൽ പക്ഷേ ഈ ചെടി ഉണ്ടോ? ഈ ചെടിയിൽ 2 കളറിൽ പൂവാണ് വരുന്നത്. കണ്ടോ? ഉണ്ടായി വരുമ്പോൾ പിങ്കും പിന്നെ വരുന്നത് ഓറഞ്ചിലേക്കാണ് പോകുന്നത്. കണ്ടോ? കണ്ടോ? ഇതേ ഉണ്ടായി തളിർത്ത് വരുമ്പോൾ റോസ് പിന്നെ ഓറഞ്ച്. ഇതിൻ്റെ പൊക്കത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് താന്ന് നിൽക്കുന്നു. പക്ഷേ ഞാൻ ഓറഞ്ച് ഇഷ്ടപ്പെട്ട് മേടിച്ചത് കേട്ടോ. പക്ഷേ ഈ കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് അതിൻ്റെ അടിയിലുള്ള കുറേ കച്ചറകളൊക്കെ വാരിക്കളയാറായി. ഇതൊരു ചെറിയ വീഡിയോ ഉണ്ട്. ഏകദേശം ഒരു കുഞ്ഞ് മോർണിംഗ് റൊട്ടീനാണ്. അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്. സോ അമ്മ അത് കാരണം തൊഴിലുറപ്പിന് പോവും. ഇറങ്ങി അമ്മ. പിന്നെ അത്യാവശ്യം ഇതൊക്കെ അമ്മയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാനും കൂടെ ചെയ്ത് വെച്ചിട്ട് ഞാനും പോവും. എവിടെ പോവും ഏട്ടാ? ജിമ്മി പോവും. വിഷ്ണുവിനും അമ്പടും കൂടെ അവിടെ പോവും, സ്റ്റുഡിയോയിൽ. അമ്മ ഇവിടെ ഉള്ള ദിവസം പിള്ളേർ ഇവിടെ ഉള്ള ദിവസം അമ്പട് ഇവിടെ നിൽക്കും കേട്ടോ. ഏട്ടൻ പോവും. ഇന്നിപ്പോൾ അമ്മയില്ല, പിള്ളേരുണ്ടോ? ഇന്ന് പിള്ളേരുണ്ട്. പിള്ളേരുണ്ട് പക്ഷെ അമ്മയില്ല, ഏട്ടനുണ്ടാവില്ല. ഏട്ടനും കാണുന്നു. ഇന്ന് ഇവിടെ പണിക്കാർ വരുമല്ലോ. ഗൈസ് ഞാൻ എൻ്റെ ഗേൾസിനെ വിളിച്ചു. എൻ്റെ ഗേൾസ് അവിടെ നിൽപ്പുണ്ട്. ഓ കവി വരുന്നുണ്ട്, അടിക്കാൻ വരുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ വന്നതാണ്. എന്താണോ ഉള്ളത് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പറിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ കഴിച്ചു. ഇവിടെ ചീരയുണ്ട്, പാവക്ക ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, തക്കാളി ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, പിന്നെ കാവ്യുണ്ട്. അല്ല കാവ്യ കാവലക്ഷ്മ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെണ്ടയും തുടങ്ങാം. നമുക്ക് 2-3 വെണ്ടക്ക പറിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ പാവക്ക പറിക്കാം. അതൊക്കെ മൂത്ത് കുക്കറിയാ. എന്നാടി പരീക്ഷ? നാളെ ഉണ്ട്. ഇതൊക്കെ പക്ഷെ മൂത്തതാന്ന് തോന്നുന്നു. അയ്യോ അത് പറിക്കാൻ കിട്ടുന്നില്ല. വെട്ടിയെടുക്കാം. മൂത്തതായത് വേണ്ട, പറിക്കണ്ടല്ല. മൂത്ത എന്തിനാ പറിച്ചെന്ന് നമ്മൾ ഓടിച്ചിട്ട് തന്നെ. നമുക്ക് പാവക്ക പുറത്ത് വീട്ടിൽ പോകാം. അതാകുമ്പോൾ നമുക്ക് പാവക്ക തോരമോ. വഴുതനങ്ങ വെക്കാനുള്ള സമയമൊന്നുമില്ല. ഇതാകുമ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് തരാനും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പാവക്ക തോരൻ വേണ്ടി. കുറച്ചോ ഇതിന് ആവത്തില്ല, ഇതിന് വലുതാവത്തില്ല. ഇവിടെ അവിടെ വരണം. മതി, 3 മതി. ഒന്ന് നിങ്ങൾ ഒന്ന് അവന്മാരില്ലേ കഴിക്കാൻ? ഇന്ന് ഉണ്ണിക്കൂട്ടം കാണത്തില്ല. അനന്തും ഇല്ലേ? അനന്തുവിന് എപ്പോഴും ഒത്തിരി വേണം. 4 മതിയല്ലേ? തേങ്ങയൊക്കെ വരുമ്പോൾ ആയിക്കോളും. അയ്യോ ഇതൊരു തേങ്ങ കൂടെ പൊടിച്ചേരണം. അതില്ലേ എനിക്കിങ്ങനെ കാണുമ്പോഴേ അപ്പുറത്ത് വേറെ വലുത് നിൽക്കുമ്പോൾ എനിക്ക് അതും കൂടെ പറിക്കാൻ തോന്നുന്നേ. എന്നാൽ പിന്നെ എൻ്റെ വായിക്കകത്തോട്ട് അങ്ങനെ ഇത്ര നടുവളച്ചിരിക്കുന്നത് പന്തലിൻ്റെ അത് കഥാപ്രസംഗം നടത്തുന്നു. ഇവിടെ പുറത്ത് പോ, പല്ല് പോലും തേക്കാൻ വന്നിക്കോളൂ. പിന്നെ പറയുന്നിടത്ത് ദിവസേന പല്ലേക്കാണെന്ന്. അത് കാവ്യോ വിഷ്ണുവേട്ടൻ? ഞാൻ എല്ലാ ദിവസം പല്ലേക്കും. അതെ അതെ, നീ പറഞ്ഞിട്ടൊക്കെ സ്റ്റുഡിയോ പോയിരിക്കും. പിന്നെ നീയല്ലേ പല്ല് കേൾക്കാത്ത? കണ്ട ഏട്ടൻ്റെ 500 രൂപയുടെ സാധനമാണ് ഈ കിടക്കുന്നത്. കാറിൽ വെക്കാൻ ഏട്ടൻ മേടിച്ചാണിത്. ഇതെന്താ കൊതുവിനെ വളർത്താൻ വെച്ചേക്കുമായിരിക്കും? ഞാൻ വെച്ചു കൊതുവിനെ കൃഷി ചെയ്യാണ്.
കായ ഇങ്ങോട്ട് വന്നോ? എന്തിനാ പക്ക ഉണ്ടാക്കുന്ന? വണ്ടി കൊണ്ട് സ്വപ്നം കണ്ടതാ. വണ്ടി കൊണ്ടുപോയോ? ആര്? എന്തിനാ കൊച്ചിന്റെ വണ്ടി കൊണ്ട്? ഇന്നലെ ചോട്ടുവനെ അടിച്ചു എന്നായിരുന്നു എന്റെ പരാതി. ഇന്നലെ ഈ നേരത്തെ ഉണർന്നപ്പോ ചോട്ടു ചേട്ടൻ തല്ലി എന്ന് പറഞ്ഞ് കരയുമായിരുന്നെ. ഇന്ന് കാവ്യ അവന്റെ വണ്ടി കൊണ്ടുപോയി. കായ് വണ്ടി കൊണ്ടുപോയോ? ഏത് വണ്ടിയാ കൊണ്ടുപോയി? തല്ലിന്നല്ലേ ചോട്ടിച്ചേട്ടൻ പോടാന്ന് പറഞ്ഞ കാര്യം. അല്ല, ചോട്ടുചേട്ടൻ മാന്തി നടന്നു. പ്രാണിയൊക്കെ മുരനെ വിളിച്ച് പറയാം, ചോട്ടുചേട്ടൻ മാന്തി വിളിച്ചു പറഞ്ഞ അമ്പടു എന്താ ഏത് വണ്ടിയാ കൊണ്ടുപോയത്? കായ് എനിക്കണ്ടേ? അമ്മ ജിമ്മി കൊണ്ടുവിടുവോ? ഇല്ലേ? അയ്യേ, അത് കൊടുക്കും. എനിക്ക് മെഴുക്കുരട്ടിയൊക്കെ വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? തോരൻ വെക്കാൻ. അതാകുമ്പോൾ എന്താണെന്നറിയത്, ഇതുപോലെ ഇപ്പോൾ പാവയ്ക്കാണെങ്കിൽ ഇതിങ്ങനെ ഉള്ള കുരുവൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ഇതിനുള്ളത്തെ ഞങ്ങൾ പക്ഷെ അങ്ങനെ അവിടെ വീട്ടിലൊക്കെ മെഴുക്കുരട്ടി വെക്കുമ്പോൾ അല്ലേ, ഞങ്ങളുടെ അവിടുത്തെ തോരൻ വെക്കില്ല കേട്ടോ. ഞാൻ ഈ തോരൻ വെക്കുന്നത് കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. വലിയ കുരു, ചെറിയ കുരുവാണെങ്കിൽ കളയത്തില്ല. വലിയ കുരുവൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ചുമന്ന കുരുവൊക്കെ കളയുള്ളൂ, അല്ലാത്ത കുരു കളയത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ സത്യത്തിൽ പാവക്ക തോരൻ വെക്കുന്നത് കാണുന്നത്. ഞാൻ ഞങ്ങളുടെ അവിടെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ ഇവിടെ നിൽക്കേട്ടപ്പോൾ വരാതെ ഇത് കണ്ടോ, ഇതിലിട്ടാൽ മതി. അന്ന് ഞാൻ ഇതിലിട്ടിട്ട് ചെയ്യണപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഇതെന്താ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇത് പ്രീതിയുടെ 2 വർഷം മുന്നേ വാങ്ങിയതല്ലേ നമ്മൾ. 2 വർഷം മുന്നേ വാങ്ങിയതാണ്. ഇതിൽ ഇങ്ങനത്തെ ചാറുണ്ട്. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് തോരനിക്ക് പാകമാവുന്ന രീതിയിൽ അരച്ചിങ് വരും. ഇത് മാത്രമല്ല, ചപ്പാത്തി അരിഞ്ഞ് വരും. ചപ്പാത്തി കുഴയ്ക്കാൻ പറ്റും, പിന്നെ ഉള്ളി അരിയാൻ പറ്റും. പിന്നെ എന്തോരം ചപ്പാത്തി കുഴച്ചിട്ടുണ്ടെന്നറിയാം. ദിവസം ചപ്പാത്തി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ലെന്നല്ല, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയാലേ റെഡി ആവില്ല. പപ്പടം കണക്കിരിക്കും എൻ്റെ ചപ്പാത്തി. പിന്നെ അത് കാരണം എന്ത് ചെയ്യുന്ന ചപ്പാത്തി ഉണ്ടാക്കാൻ പോകാറില്ല. പിന്നെ എൻ്റെ അമ്മ ജയാമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ എന്തെന്ന് അറിയോ, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാറില്ല ഈ വീട്ടിൽ. അതാണ് സത്യം. പക്ഷേ മനസ്സിലാകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡാണ് ചപ്പാത്തി ഉണ്ടാക്കുക. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. അമ്മ പറയും ഇതുപോലെ ഈസിയുള്ള പരിപാടി വേറെ ഉണ്ടോ? നമ്മുടെ തോരൻ വളരെ സിമ്പിളായിട്ടുള്ള കിടക്കണം. അടുത്തിട്ടില്ല, മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. കാര്യം രാവിലെ അമ്പടുവിന് എന്താ കഴിക്കാൻ വേണ്ടത്, ചോറ് മതി. അങ്ങനെ മീനുണ്ടെങ്കിൽ രാവിലെ ചോറും മീനും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് മത്തി വറുത്തത് എണ്ണ ഇച്ചിരി വെച്ചിട്ട് തുമ്മിണി എണ്ണ വെച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അവന് അമ്മ മത്തി ഇരുമ്പി വെച്ചായിരുന്നു അമ്പടൂനുള്ളതാണെന്ന് പറഞ്ഞിട്ട്. ഒന്ന് കറി വെച്ചിട്ട് ബാക്കി ഇച്ചിരി എടുത്തിട്ട് അമ്മ അമ്പടൂന് ഇതാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് അവന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അവന് കഴിക്കാനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ബൈ 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 ബൈ. അയ്യോ, കുമ്പന്നറിയേ, വെള്ളം കുടിച്ച് കുമ്പന്നറിയേ. ആ മാമൻ വക്കോറും കുഞ്ഞിനെ. ഈ കളറ് അത് മാമന്റെ എന്തോ ഒരു എഡിക്കുള്ള കുമ്പൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ മാമനെ വിളിക്കട്ടെ. ഇവന് കഴിക്കാനും കൂടെ കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനം. ഗൈസ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഇവനെ നിർത്തിയിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഞാൻ ഭയങ്കര സിറ്റുവേഷനിലായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് അവൻ അംഗൻവാടിയിലൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി അവനങ്ങനെ നിന്ന് തുടങ്ങണ്ടേ. അപ്പോൾ അവന് ചോറ് കൊടുത്ത് കുളിപ്പിച്ചിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ അവനെ കുളിപ്പിക്കാക്കി ടൈം കിട്ടും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വന്നിട്ടേ കുളിക്കുള്ളൂ. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വേറെ ആരും കൊടുത്താൽ കഴിക്കത്തില്ല. ഞാൻ തന്നെ കൊടുക്കണം അവന് ഫുഡ്. അവന് കുളിക്കുവാണെന്നുണ്ടെങ്കിലും വേറെ എല്ലാം തല എഴുതുന്നൊക്കെ അവന് മിണ്ടാരി പാവേ അവന് പേടിയാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു ഡ്യൂട്ടിയൊക്കെ എൻ്റെ തന്നെ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ തന്നെ ചെയ്തിട്ട് വേണം. അപ്പോൾ ഗൈസ്, ഞാൻ പോയിട്ട് വരാം. എന്നെ കൊണ്ടുപോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരേ ഒരു ഭർത്താവും എൻ്റെ ഓരോരോ ശുണ്ണുമണിയും കൂടെ വരികയാണ്. അമ്മ വന്നിട്ട് കുളിക്കട്ടെ എന്ന്. ഓക്കെ ഡൺ. എന്താടി അവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണം. ഓക്കെ, അമ്മേനെ അവിടെ ആക്കിയിട്ട് കണ്ണനെ ഇങ്ങ് തിരിച്ചു വരണം. വേഗം വരാന്ന് പറ. അമ്മ ആക്കിയിട്ട് വരാന്ന് പറയും. ഓക്കെ, ഉമ്മതോ ഓക്കെ. ഇവിടെ അടുത്താണ് കേസ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടോ ഏട്ടാ? ഇല്ല, 5 മിനിറ്റത്തെ ട്രാവലേ ഉള്ളൂ. ജസ്റ്റ് 5 മിനിറ്റത്തെ ട്രാവലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു
സ്കൂൾ കുട്ടിയെ പോലെയാണ്. വിഷ്ണുവേട്ടൻ രാവിലെ എന്നെ കൊണ്ടുവിടുന്നു, സമയമാകുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്നു, എന്നെ വിളിച്ചുകൊണ്ട് വരുന്നു. അല്ലേ അമ്പിടു? അല്ലേ ഏട്ടാ? ഇത് ഏട്ടനിപ്പോൾ ഒരു തൊഴിലായിട്ട് മാറിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം ജിമ്മ്, DNA ഫിറ്റ്നസ്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ, എത്തി. അമ്പടോ ഉമ്മതാ മുട്ടായിയോ? മുട്ടായി ഇല്ലേ അമ്മയുടെ റൂമിലേ? നമ്മുടെ ഷെൽഫില്ലേ അതിനകത്തുണ്ട് ഏട്ടാ. അവിടെ നിൽക്ക്. നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളില്ലേ അത് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അടിയിലെ ഏറ്റവും അടിയിൽ അറ്റത്ത് അതിൻ്റെ ഇടയിൽ ഇരിക്കൊണ്ടൊരു ജെംസിൻ്റെ എടുത്ത് കൊടുക്കണേ. ഇവിടെ ബായ്. വീട്ടിലുണ്ട്, എടുത്തോ. ബായ്. പൊന്നു പാവം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നല്ല കാറ്റും നല്ല മഴ വരുന്നേ ഉള്ളൂ. പക്ഷെ നല്ല കാറ്റുണ്ട്. ഇതേ പാറി പോകുന്നുണ്ടോ? നല്ല കാറ്റാണ്. നമ്മുടെ എനിക്ക് ഒന്ന് വിഷു ആകുമ്പോഴത്തേനും കാണിക്കൊന്നയുടെ പൂവല്ല ഇപ്പോൾ തീരുമെന്ന് തോന്നുന്നുണ്ട്. അയ്യോ എൻ്റെ ഇതിരിക്കുന്നുണ്ടോ? ഇത് ഒത്തിരി കാറ്റും മഴയൊന്നും വരുമ്പോൾ ഒത്തിരി മഴയൊന്നും കൊള്ളിക്കരുതെന്ന് ഞങ്ങളടുത്ത് അന്ന് ചെടി മേടിക്കുന്നിടത്തുനിന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഈ ചെടികൾക്ക് ഭയങ്കര കാറ്റാണ്. അയ്യോ ഇതേ വീണു കേട്ടോ, വീണു. ഇതേ കേട്ടോ കൂടാടുന്നു കണ്ട കിളിക്കൂട്. ജയമോള് വരുന്നുണ്ട്. ഹായ്. ഹായ്. ആ കാറ്റിന് വരുന്നു, കാറ്റടിച്ചോണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഇട്ടുന്നപ്പോൾ അതിന് നമ്മുടെ അവിടെ വയറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ റൂമിലും അങ്ങനെ തന്നെയാണ്. റൂമിൽ ഇവിടെ ഒന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. 2-3 സൈഡിൽ 2 റൂമിലൊന്നും കറണ്ട് ഇല്ലായിരുന്നു. എൻ്റെ അമ്മേ, ഇനി ഞാനിതെല്ലാം ആദ്യം ഒതുക്കണം. എല്ലാം താഴെ ഇറക്കി വെച്ചേക്കും, അങ്ങനെ ഒതുക്കി വെച്ചേരുന്നതൊക്കെ ഇതിനി ആദ്യം ഇറക്കി എടുക്കണം ഗൈസ്. ഷോ, ഞാൻ എന്തായാലും എൻ്റെ അടിച്ചുവാരൽ പരിപാടിയിലേക്ക് കിടക്കട്ടെ.